നാം ഇന്ന് ഇസ്രായേലിനെ പറ്റിയാണ് അറിയുന്നത്. ഇസ്രായേലിന്റെ ചരിത്രങ്ങളിലൂടെയാണ് നാം പോകുന്നത്. അതോടൊപ്പം ഇറാന്റെയും. കാരണം മറ്റൊന്നുമല്ല, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണങ്ങൾ ചിലർ ടിവിയിലൂടെ അറിയുന്നുണ്ടാവും, ചിലർ പേപ്പറിലൂടെ അറിയുന്നുണ്ടാവും. എല്ലാം കൃത്യമായും വേണമെന്നില്ല. നമ്മളും കംപ്ലീറ്റ് വിവരിച്ചല്ല തരുന്നത്. അതിൻ്റെ മെയിൻ പോയിന്റുകളെ മാത്രമാണ് നാം നൽകുന്നത്. നാം ഇന്ന് ഇസ്രായേലിനെ പറ്റിയാണ് നാം അറിയുന്നത്. അവർ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്നറിയാം. അവർ അവകാശങ്ങൾക്കായും നിലനിൽപ്പിനായും ഈ കാലം അത്രയും ചെയ്ത യുദ്ധങ്ങൾ അറിയാം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രങ്ങളിലൂടെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ ആ പദം എങ്ങനെ വന്നുവെന്നും എല്ലാം പരക്കം തന്നെ അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇബ്രാഹിമിന്റെ മകനായ ഇസഹാക്കിന്റെ 2 മക്കൾ, അതിൽ രണ്ടാൺമക്കൾ, ഒന്നാരാണ്? ഏസാവ്, രണ്ടാമത്തേത് യാക്കോബ്. ആ യാക്കോബിന്റെ പേരാണ് ഇസ്രായേൽ. ഒരിക്കൽ ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു. പാതിരാത്രി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെ യുദ്ധം നടത്തി. അവസാനം 2 പേരും ജയിച്ചില്ല. ഒരു പോലെ സമനില എന്ന് പറയാം. അവസാനം എന്തു ചെയ്തു? ദൈവദൂതൻ പിന്നെ എലിയിൽ ചവിട്ടി താഴെ വീഴ്ത്തിയിട്ടാണ് പോയതെന്ന് പറയാ. അതോടുകൂടി യാക്കോബിന് മറ്റൊരു പേര് ദൈവം കൊടുത്തു. അതാണ് ഇസ്രായേൽ, ദൈവത്തോട് മൽപ്പിടുത്തം നടത്തിയവൻ എന്ന്. അതെ, ഇസ്രായേൽ ഗോത്രപിതാവായ യാക്കോബ് കാരണം ഇസ്രായേൽ ജനത, അതായത് അദ്ദേഹം ഈജിപ്തിലായിരുന്നു. അതിൻ്റെയും ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു മാത്രമല്ല. അതിലൂടെയാണ് യാക്കോബിന്റെ മക്കളായ 12 പേരും ഈജിപ്തിലായത്. അവരുടെ സന്തതികളും അങ്ങനെയായി, അവരുടെ ബന്ധുക്കളും അങ്ങനെയായി. അവസാനം അത് ഫറവോന് എതിരായ ഒരു വെല്ലുവിളിയാകുമെന്നും ശക്തിയാകുമെന്നും അവർ ഭയപ്പെട്ടു. അതേ തുടർന്ന് അവരെ അടിമകളാക്കി വെച്ചിരുന്നു. ആ കാലത്ത്, അതായത് യാക്കോബൊക്കെ മരിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു തലത്തിലേക്ക് പോയത്. അന്ന് തുടങ്ങിയ പ്രവാസം എന്നും തുടങ്ങുകയായിരുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ മോചിപ്പിക്കപ്പെട്ട് വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്കുള്ള ദുരിതപൂർണമായ 40 വർഷത്തെ യാത്രകളായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക്. അവകാശങ്ങൾക്കായി നിലനിൽപ്പിനായി ഒത്തിരി യുദ്ധങ്ങൾ ഇസ്രായേൽ ജനത ചെയ്തു. അതെല്ലാം ബൈബിളിലുണ്ട്, പുറപ്പാട് പുസ്തകത്തിലുണ്ട്. ആ ചരിത്രങ്ങളിലൂടെ നമുക്ക് പോകാം. ചെറുതായി, അറിയാത്തവർക്കായി, അറിയുന്നവർക്കായി. ഇസ്രായേലിന്റെ ചരിത്രം ഏകദേശം 3000 വർഷത്തിലേറെ പിന്നിലേക്ക് പോകണം. ഇന്ന് നിലവിലുള്ള ആധുനിക ഇസ്രായേൽ രാജ്യം രൂപം കൊണ്ടത് 1948 മെയ് 14 നിങ്ങൾക്കറിയാം. അതിനു മുമ്പും അതിനുശേഷവും നിരവധി യുദ്ധങ്ങളിൽ ഇസ്രായേൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യം പുരാതന ഇസ്രായേലിലേക്ക് വരാം. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 1200 പരസ്പരം ബന്ധുക്കളായ 12 ഇസ്രായേൽ ഗോത്രങ്ങളാണ് കാനാൻ ദേശത്ത് സ്ഥിരതാമസമാക്കിയിരുന്നത്. നേതാക്കളുടെയും യോദ്ധാക്കളുടെയും പ്രവാചകരുടെയും ന്യായാധിപന്മാരുടെയും കാലം കഴിഞ്ഞ് ഇസ്രായേൽ രാജാക്കന്മാരുടെ കീഴിലായി. ആ ജനതയുടെ ആവശ്യമായിരുന്നു മറ്റുള്ള എല്ലാ ജനതകൾക്കും ഉള്ളതുപോലെ തങ്ങൾക്കും വേണം രാജാവെന്ന്. അങ്ങനെ രാജാവിന്റെ കീഴിലായി. യുദ്ധങ്ങളും അതോടൊപ്പം എന്നും കൂടപ്പിറപ്പായി ഉണ്ടായി. രാജാവിന്റെ അർത്ഥം പോലും യുദ്ധമെന്നാണ് ചിലരെങ്കിലും ചിന്തിച്ചതും തോന്നിച്ചതും.
തലങ്ങും വിലങ്ങും യുദ്ധങ്ങളായിരുന്നു. എവിടെ നോക്കിയാലും ആദ്യത്തെ രാജാവായ സാവുൾ, ദാവീദ്, സോളമൻ, അങ്ങനെ നീളുകയാണ് രാജാക്കന്മാരുടെയും പട്ടിക. പിടിച്ചടക്കിയും വിട്ടുകൊടുത്തും അവർ ഭരിച്ചുകൊണ്ടേയിരുന്നു. സോളമന്റെ മകനായ റഹബയാം രാജാവായി. ജനങ്ങൾ നികുതിയും നിർബന്ധിത ജോലിയും കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം എന്താണ്? റഹബയാം ജോലി കൂട്ടി ജനങ്ങളെ കൊണ്ട്. അത് നിർബന്ധിതമായിരുന്നു. അതോടൊപ്പം നികുതി ഇരട്ടിയാക്കി. ജനങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതായി, ജീവിക്കാൻ പറ്റാതെയായി. ജനങ്ങളുടെ ആവശ്യം ഇതൊക്കെ കുറയ്ക്കണമെന്ന ആവശ്യം റഹബയാം നിരസിച്ചു. അത് കൂടുതൽ കഠിനമായ ഭരണമായി തീരുകയും ചെയ്തു. ഇതേ തുടർന്ന് വടക്കൻ 10 ഗോത്രങ്ങൾ, ഇസ്രായേൽ ഗോത്രങ്ങൾ കലാപം നടത്തി തുടങ്ങി. യെരൊബെയാമിനെ രാജാവായി അവർ തെരഞ്ഞെടുത്തു. അങ്ങനെ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം ഇസ്രായേല്, തെക്കൻ രാജ്യം യൂദയ. യൂദയ ഗോത്രവും ബെന്യാമിൻ, അതായത് ബെഞ്ചമിൻ ഗോത്രവുമായാണ് ആ 2 ഗോത്രങ്ങളാണ് തെക്കൻ ഗോത്രങ്ങളിൽ ഭരണം നടത്തിയത്. ക്രിസ്തുവിന് മുമ്പ് 722-721 നിയോ അസീറിയൻ സാമ്രാജ്യം വടക്കൻ ഇസ്രായേൽ കീഴടക്കിയത്. ക്രിസ്തുവിന് മുമ്പ് 586 നിയോ ബാബിലോണിയൻ സാമ്രാജ്യം യൂദ രാജ്യവും കീഴടക്കി. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും ബാബിലോൺ പ്രവാസം ആരംഭിക്കുകയും ചെയ്തു. അവിടെ തുടങ്ങി പ്രവാസ ജീവിതം. അല്ല, നമ്മുടെ ഈജിപ്തിൽ തുടങ്ങിയതാണല്ലോ പ്രവാസ ജീവിതം. 1948 വരെ തുടർന്ന വിദേശ ഭരണങ്ങളും അടിമത്തങ്ങളും ദുരിതങ്ങളും ഒരിക്കലും സമാധാനമില്ലാത്ത യാത്രകളായി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം. പല ഇടങ്ങളിലേക്കും വിഭജിക്കപ്പെട്ടു, ചിതറിക്കപ്പെട്ടു. പല തലങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യയിലും വന്നു യഹൂദർ. ഈ തലങ്ങളിലുള്ള ചിതറിക്കപ്പെടലാണ്. ഇസ്രായേൽ പ്രദേശം പലവിധ സാമ്രാജ്യങ്ങളുടെ കീഴിലായി. അസീറിയ, ബാബിലോൺ, പേർഷ്യ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യം അങ്ങനെ നീളുകയാണ്. സോളമൻ BC 966 959 കാലഘട്ടങ്ങളിലാണ് 7 വർഷം കൊണ്ട് ജെറുസലേം ദേവാലയം നിർമ്മിച്ചിരുന്നത്. AD 70 റോമാക്കാർ ആ 2ാം ദേവാലയം നശിപ്പിച്ചു. തുടർന്ന് അനേകം യഹൂദർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചിതറിപ്പോയി. ഡയസ്പോറ എന്നാണ് പറയുക. 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം, അതായത് 1920 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം പാലസ്തീൻ പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. യൂറോപ്പിൽ യഹൂദർക്കെതിരായ പീഡനങ്ങളും പിന്നീട് 2ാം ലോകമഹായുദ്ധത്തിലെ ഹോളോകോസ്റ്റും മൂലം പല യഹൂദരും പാലസ്തീനിലേക്ക് കുടിയേറി. ഇതോടെ അറബികളും യഹൂദരും തമ്മിലുള്ള സംഘർഷം ശക്തമായി. കാരണം പാലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടെ സ്ഥലമായിരുന്നു, അവരുടെ രാഷ്ട്രമായിരുന്നു, അവരുടെ രാജ്യമായിരുന്നു. അവിടെ അഭയാർത്ഥികളായി എത്തിയതായിരുന്നു യഹൂദർ. അപ്പൊ അവിടെ സംഘർഷം ശക്തമായി. നമ്മുടെ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളായി ഒത്തിരിയധികം മുസ്ലിംസ് ചെല്ലുന്നുണ്ട്, അല്ലേ? അവിടെ എത്രയധികം പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം സ്പെയിനിലെ കാര്യം തന്നെ നാം മീഡിയയിലൂടെ കണ്ടു. ഇനി നമുക്ക് 1948 ശേഷമുള്ള കാര്യം നോക്കാം. 1947 ഐക്യരാഷ്ട്രസഭ പാലസ്തീനെ 2 രാജ്യങ്ങളായി വിഭജിക്കാൻ ശുപാർശ ചെയ്തു. ഒരു രാജ്യം യഹൂദ രാജ്യവും മറ്റു രാജ്യം അറബ് രാജ്യവുമായി. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗുരിയോൺ ഇസ്രായേൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ സമീപത്തുള്ള അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു. അത് ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രധാന യുദ്ധങ്ങളെ നോക്കാം. 1948 അറബ് ഇസ്രായേൽ യുദ്ധം.
അതായത് ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ്, ലെബനൻ എന്നിവർ ചേർന്നുകൊണ്ട് കൂട്ടായി ഇസ്രായേലിനെ ആക്രമിച്ചു. അപ്പോൾ അമേരിക്കയും ചെക്കോസ്ലോവാക്യയും ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് വിജയിക്കാനായി എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അഭയാർത്ഥികളായി പിടിച്ചു. ഇനി 1956 US പ്രതിസന്ധി. ഈജിപ്തിനെതിരെ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഇസ്രായേൽ യുദ്ധം നടത്തി. ഈജിപ്തിനെതിരായിട്ടുള്ള യുദ്ധമായിരുന്നു US പ്രതിസന്ധിയിൽ ഉണ്ടായത്. 1967 6 ദിവസത്തെ മറ്റൊരു യുദ്ധം ഈജിപ്തുമായും ജോർദാനുമായും സിറിയക്കെതിരായും ഇസ്രായേൽ നടത്തി. വെറും 6 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ വിജയം നേടിയ ഒരു യുദ്ധമായിരുന്നു. അതിലൂടെ വെസ്റ്റ് ബാങ്ക്, ഗാസ, കിഴക്കൻ ജെറുസലേം, ഗോലാൻ മലനിരകൾ, സീനായി എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തു. തങ്ങളുടെ വിശുദ്ധ നഗരങ്ങളായത് കൊണ്ടാവണം ആ പിടിച്ചെടുക്കലിലെ അവർക്ക് മാധുര്യം ഏറിയത്. 1973 യോം കിപ്പൂർ യുദ്ധം. ഈജിപ്തും സിറിയയും അപ്രതീക്ഷിതമായി ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. തുടക്കത്തിൽ ഇസ്രായേൽ പിന്നോട്ട് പോയെങ്കിലും പിന്നീട് സ്ഥിതി തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. 1982 ലെബനൻ യുദ്ധം. ലെബനനിലെ പാലസ്തീൻ വിമോചന സംഘടനയ്ക്കെതിരെ PLOയ്ക്കെതിരെ സൈനിക നടപടി നടത്തി ഇസ്രായേൽ. ഇനി 2006 ലെബനൻ യുദ്ധം. അത് ഹിസ്ബുള്ളയുമായുള്ള യുദ്ധമായിരുന്നു. ഗാസയിൽ ഒട്ടനവധി യുദ്ധങ്ങൾ നടന്നു. അത് 2008, 2012, 2014, 2021, 2023 ഇങ്ങനെ തുടരെയുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ നടന്നു. അവിടെ ഗാസയിൽ ഹമാസുമായുള്ള നിരവധി സംഘർഷങ്ങളും അവിടെ നടന്നു. ഇനി അടുത്തത് ഇറാനുമായുള്ള ഏറ്റുമുട്ടലാണ്. 2024 2025 ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടുള്ള മിസൈൽ വ്യോമ ആക്രമണങ്ങൾ ഉണ്ടായത്. സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടന്നതായി വിലയിരുത്തപ്പെട്ടു. ഇസ്രായേൽ പല യുദ്ധങ്ങളിലും പ്രതിരോധ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്പെയിൻ അർജന്റീന മത്സരം. പിന്നെ മുൻകരുതൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് സേതുമാധവൻ കീരിക്കാടൻ ജോസിനെയും പരമേശ്വരനെയും തകർത്തതുപോലെ, കീരിക്കാടൻ ജോസിനെ കൊന്നതുപോലെ മുൻകരുതൽ, അതായത് പ്രിയംറ്റീവ് ആക്രമണവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. 1956 യുദ്ധവും 1967 യുദ്ധവും ഏതാണ്ട് മുൻകരുതൽ യുദ്ധം തന്നെയായിരുന്നു. സിറിയൻ, ഇറാൻ, ലെബനൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയായിരുന്നു ആക്രമണങ്ങളും. എന്നാൽ ഇസ്രായേൽ, നമ്മുടെ സേതുമാധവൻ പറഞ്ഞില്ലേ, തനിക്ക് തൻ്റെ ജീവനും തൻ്റെ കുടുംബത്തിന്റെ ജീവനെയും സുരക്ഷയ്ക്കായിട്ടാണ് കീരിക്കാരനെ കൊന്നതെന്ന്, റൗഡി ആയതെന്ന്. അതെ, ഇവിടെയും ഇസ്രായേൽ പറയുന്നത് ഈ നടപടികളെ വിശദീകരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള നടപടികൾ ആണെന്ന് തന്നെയാണ്. മറുവശത്ത് പല രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഈ ഇസ്രായേലി നടപടികളെ വിമർശിക്കുകയും അന്താരാഷ്ട്ര നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെതിരെ. അതിനാൽ തന്നെ ഈ വിഷയങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയവും നിയമപരവുമായ വിലയിരുത്തലുകൾ നിലനിന്നിരുന്നു. പൂർവ്വദേശത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ അനുഭവിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ ഈ സംഘർഷങ്ങൾ പാലസ്തീനികളുടെയും സമീപ രാജ്യങ്ങളുടെയും ജനങ്ങൾക്കും വലിയ മാനുഷിക സാമൂഹിക നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയുക. അടുത്ത വീഡിയോയിൽ നാം ഇറാനെ പറ്റി അറിയുക, ഇറാൻ ചെയ്ത യുദ്ധങ്ങളെ പറ്റിയാണ് അറിയുക. ആ തലങ്ങളിലേക്കാണ് പോകുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.